കോവിഡ്-19 എന്ന മഹാവ്യൂഹത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായി ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടെത്തുന്നതുവരെ സമൂഹവ്യാപനം നടക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കറൻസി നോട്ടുകളിലൂടെയും രോഗാണു പടരാൻ സാധ്യതയുണ്ട്. ഇത്തരം അവസരങ്ങൾ ഒഴിവാക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 80°C മുകളിൽ വരണ്ട ചൂടിൽ വൈറസുകൾ പ്രവർത്തനരഹിതമാകും എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഹോട്ട്ബോക്സ് തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. ഇത് നിർമ്മിക്കുവാൻ ആവശ്യമായ വസ്തുക്കൾ: 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഉയരവുമുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ്, 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള ഒരു അലുമിനിയം ഷീറ്റ്, ഒരു ഹോൾഡർ, 2 മീറ്റർ നീളമുള്ള വയർ, 60 വാട്ട് ഫിലമെൻറ്റ് ബൾബ്, ഒരു 2 പിൻ, 7 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവുമുള്ള ഒരു ഇരുമ്പ് ഷീറ്റ്. ഇത് നിർമ്മിക്കുന്ന വിധം വീഡിയോയിൽ ശ്രദ്ധിക്കുക. 10 ഇഞ്ച് വലിപ്പത്തിലുള്ള ബോക്സ് ഉണ്ടാക്കുന്ന രീതിയാണ് ആദ്യം കാണിക്കുന്നത്. ഇതിപ്പോൾ വലിയൊരു ബോക്സ് ആയിരുന്നു, അങ്ങനെ കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വലിപ്പം 12 ഇഞ്ചാണ്. നമ്മൾ 10 ഇഞ്ച് വലിപ്പത്തിലേക്ക് 2 പീസാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 2 സൈഡാണ്. ഇങ്ങനെയായിരുന്നു ബോക്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. നമ്മൾ കൃത്യമായി കട്ട് ചെയ്തിട്ട് അടിയിലുള്ള ഈ പീസിനെ കട്ട് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ബാക്കി കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലും പശ തേച്ചിട്ടുണ്ട്. പശ തേച്ചിട്ട് ഇതിനെ ഒരുമിച്ച് ചേർക്കാനാണ് പോകുന്നത്. ഇങ്ങനെ ഒന്നിച്ച് ചേർത്തതിന് ശേഷം സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടാപ്പും ഉണ്ട്. 2 ഇഞ്ചിൻ്റെ ഇൻസുലേഷൻ ടാപ്പാണ് സപ്പോർട്ടിന് വേണ്ടി ഒട്ടിക്കുന്നതാണ്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. ബോക്സിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 ഇഞ്ചും ഹൈറ്റ് 6 ഇഞ്ചാണ്. വീതി വന്നിട്ട് 8 ഇഞ്ചാണ്. ഇനി ഇതിൽ ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി 2 പാർട്ടീഷനാണ് ആക്കുന്നത്. അപ്പോൾ 2 സൈഡിലും നമുക്ക് 2 സമയത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് പാർട്ടീഷൻ ആക്കുന്നത്. പാർട്ടീഷനാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു സൈഡിലുള്ള പീസിൽ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിൽ വെച്ച് വേണം കട്ട് ചെയ്യാൻ. അത് ഹീറ്റ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത് 2 പാർട്ടീഷനാണ്. നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ സൈഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിടാം, ഈ സൈഡിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങളിടാം. അതിൻ്റെ ഫലമായിട്ട് നമുക്കിപ്പോൾ 2 യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോൾഡർ സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് വന്നിട്ട് കോപ്പറിൻ്റെ ഹോൾഡറാണ്. നല്ല ക്വാളിറ്റിയുള്ള ഹോൾഡറാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഹോൾഡർ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നല്ല ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉരുവിപ്പോകാനായിട്ടുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ഹോൾഡർ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം.
അറ്റത്ത് ട്യൂബിനെ നമുക്ക് പിടിപ്പിക്കാം. $60 വാട്ട് ബൾബാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 100 വാട്ട് ബൾബൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. നല്ല ചൂട് കൂടുതലായതുകൊണ്ട് ഉരുകാനുള്ളതും ചാൻസ് ഉണ്ട്. പിന്നെ ഷീറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഷീറ്റ് ഇത് ബൾബിൻ്റെ സൈഡിൽ സപ്പോർട്ടിനും പിന്നെ ഒരു ചെറിയ ഗാർഡായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൾബ് ഓവറായിട്ട് ഹീറ്റ് ആകുമ്പോൾ ഇതിനെ കറക്റ്റാക്കി ഉള്ള ടെമ്പറേച്ചർ നമുക്ക് തരാനായിട്ട് സാധിക്കും. ഈ ബോക്സ് സെറ്റ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമേ നമുക്കിതിൻ്റെ അകത്ത് അലുമിനിയം ഷീറ്റ് ഇടാം. ഈ അലുമിനിയം ഷീറ്റ് ഇടുന്നത് ഏറ്റവും താഴ്ഭാഗത്ത് ചൂട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അലുമിനിയം ഷീറ്റ് ഇടാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് ചൂട് വളരെ കുറവായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലുമിനിയം ഷീറ്റ് ഇടുന്നത്. ഇത് ഇരുമ്പ് ഷീറ്റ് ത്രികോണാകൃതിയിൽ വളച്ച് വെച്ചിരിക്കുന്നതാണ്, കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ബൾബ് കറക്റ്റായിട്ട് വച്ചിട്ട് ഇതിനകത്ത് വയ്ക്കാം. കണ്ടോ ബൾബ് വയ്ക്കുന്നത്? ഇത് ചെയ്യുന്നത് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ബൾബ് കറക്റ്റായിട്ട് ഒരിടത്ത് കറക്റ്റായിട്ടിരിക്കും. അത് പോയിട്ട് കാർബോർഡുമായിട്ട് ടച്ചായിട്ട് തീ പിടിക്കാനുള്ള സാധ്യത ഒഴിവാകും. അതിനു വേണ്ടിയാണ് ഈ മെറ്റൽ പീസ് വയ്ക്കുന്നത്. ഇപ്പോൾ ബോക്സ് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെക്ക് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം. ചെക്ക് ചെയ്യാനായിട്ട് എനിക്കിവിടെ തെർമോക്കോൾ അവൈലബിലിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കാർഡ്ബോർഡ് ബോക്സിനകത്ത് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് കാർഡ്ബോർഡ് ബോക്സാണ്. ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്താണ് നമ്മൾ ഈ ബോക്സ് വയ്ക്കുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ ഇതിനെ ഇനി ഈ കാർഡ്ബോർഡ് ബോക്സ് കൂടെ അടച്ചതിന് ശേഷം നമുക്കിതിനെ പുറത്ത് ഒരു ചെറിയ കട്ടിയുള്ള ഒരു തുണി മടക്കിയിടാം. ഇത് ബോക്സിൻ്റെ ഈ വാതിലൊന്നും കറക്റ്റ് അടയുന്നില്ല. അടയാത്തത് കൊണ്ടാണ് ഈ തുണി ഇടുന്നത്. ഈ തുണി ഇടുമ്പോൾ ഇതുവഴിയുള്ള ചൂട് പോകുന്നത് ഒഴിവാക്കാം. ഈ പുറം ഭാഗം വഴി ചൂട് നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ ബോക്സ് ഓണാക്കി നോക്കാം. ഈ ട്യൂബിൻ്റെ പ്ലഗ് കണക്ട് ചെയ്ത് ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും ഇത് ഓണാവും. കണ്ടില്ലേ? ലൈറ്റ് കത്തി നിൽക്കുന്നത് കണ്ടോ? പ്രകാശം കണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. ഇനി ഇതിനെ നമുക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റായിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തെർമോസ്റ്റാറ്റാണ്. ഇപ്പോൾ ഇത് എല്ലാവർക്കും അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ തെർമോസ്റ്റാറ്റ് ഇല്ലാത്തൊരു മോഡൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്ഷനോടുകൂടിയുള്ള നല്ലൊരു ബോക്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിലവിലെ അന്തരീക്ഷത്തിലെ താപനില വന്നിട്ട് 29 ഡിഗ്രിയാണ്. നമുക്കിനി ബോക്സിനകത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ആദ്യ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യ 20 മിനിറ്റിൽ കണ്ടില്ലേ 76.9 ഡിഗ്രി ടെമ്പറേച്ചർ ഇപ്പോൾ ഈ ബോക്സിനുള്ളിലുണ്ട്. ഇനി നമുക്ക് കാശ് വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് കൂടെ നമുക്ക് വച്ചിരിക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അണുനാശം വരുത്തി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാശ് വെച്ചിട്ട് 20 മിനിറ്റായി. ഇപ്പോൾ ഈ ബോക്സിനുള്ളിലെ ടെമ്പറേച്ചർ വന്നിട്ട് 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോക്സ് സൂപ്പറാണ്, നല്ല രീതിയിൽ
കണ്ടീഷനാണ് ഇപ്പോൾ ഈ ബോക്സ്. നമുക്കിത് തുറന്നു നോക്കാം. കാശ് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ തന്നെ നല്ലൊരു സൗണ്ടല്ലേ. ഇതുപോലെ നമുക്ക് കാശിനെ അണുനാശം വരുത്തുവാനായിട്ട് സാധിക്കും. ഈ ബോക്സ് 2 അറയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡും കാശ് സൂക്ഷിക്കാൻ പറ്റും. 2 സൈഡും സൂക്ഷിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് അതിനെ എടുത്ത് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. നമ്മുടെ സമൂഹ വ്യാപനം നടക്കുന്ന ഈ സമയത്ത് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ കറൻസി നോട്ട് വഴിയുള്ള ഒരു സമൂഹ വ്യാപനം നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിൽ കൂടാൻ പാടില്ല ബോക്സിൻ്റെ അളവൊക്കെ. കാരണം ഞങ്ങൾ നിരവധി പ്രാവശ്യം ഇതിനെ ടെസ്റ്റ് ചെയ്താണ് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ നില വ്യത്യാസപ്പെടും. നമ്മൾ വിചാരിക്കുന്ന ടെമ്പറേച്ചർ ഇതിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടും. നമ്മൾ അണുനാശം വരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്.